ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഓപ്പൺ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രണ്ട് വശം എടുക്കണം. ഫ്രണ്ട് വശം ചീത്ത ഭാഗം എടുക്കുക. എന്നിട്ട് ഞാൻ അതിനിവിടെ ഒരു യോക്കാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. മുന്നിലേക്ക് ഫ്രണ്ടിലേക്ക് ഒരു യോക്ക് വെച്ച് കൊടുക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നാ, പിന്നെ ഇത് തുണിയുടെ ചീത്ത വശം ഞാൻ ഇതിന് യോക്കിന് ഒരു കഷ്ണം ഞാൻ എടുത്തേക്കണു. അത് ഞാൻ ഇവിടെ ചതുരത്തിലൊരു പീസ് എടുത്തേക്കുന്നുണ്ട്. അതിന് ഞാൻ കഴുത്തിൻ്റെ അളവെടുത്ത് കട്ട് ചെയ്തേക്കണേ. ഇനി ഞാൻ ഇത് ചീത്ത വശം ഇതിൻ്റെ ഈ യോക്കിൻ്റെ നല്ല വശം ഒരുമിച്ച് വെക്കുക. യോക്കിൻ്റെ നല്ല വശം തുണിയുടെ ചീത്ത വശവും ഒരുമിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ഈ കഴുത്ത് റൗണ്ടിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അങ്ങനെ ഈ നെക്ക് വശം അടിച്ചോ. ഇനി ഈ അടിച്ച ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ചിങ്ങുമ്പോൾ തട്ടാതെ കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് മറിച്ചിടുമ്പോൾ നീറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇനി ഇത് നല്ല വശത്തേക്ക് തിരിച്ചിടുക. നല്ല വശത്തേക്ക് തിരിച്ചു. അതിന് മുന്നായിട്ട് നമ്മൾ ഇത് ഒന്ന് പതിച്ചടിക്കണം കേട്ടോ. പതിച്ചടിക്കണം. അപ്പോൾ നമ്മൾ ഈ തുണിമക്ക് വെച്ചടിക്കുക. ഈ യോക്ക് തുണിമക്കല്ല, ഈ തുണിമക്ക് ആ യോക്കൂടെ അരികിലൂടെ തന്നെ അടിക്കുക. അപ്പോൾ ഞാൻ കഴുത്ത് പതിച്ചടിച്ചു. ഇനി നമുക്ക് ഈ യോക്കിൻ്റെ ഫ്രണ്ട് വശം ഒന്നായിട്ട് ഇവിടെ നല്ല തുണിമ യോജിപ്പിക്കുക. അങ്ങനെ നമ്മൾ ഈ യോക്ക് വശം 3 സൈഡും അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ബാക്ക് വശത്തെ തുണി എടുക്കുക. അതിൻ്റെ കഴുത്തും അടിച്ചു കൊടുക്കുക. നല്ല വശം ഒരു ക്രോസ് പീസ് എടുത്തേക്കണു. ക്രോസ് പീസിൻ്റെ നല്ല വശവും തുണിയുടെ നല്ല വശവും ഒരുമിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിലെ 1/4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമ്മൾ ബാക്ക് വശത്തെ കഴുത്തിന് ആദ്യം ഇങ്ങനെ അടിച്ചു ക്രോസ് പീസ് വെച്ച്. ഇനി ഇത് ക്രോസ് പീസ് തിരിച്ചിടുക. തിരിച്ച് നല്ല വശത്ത് നിന്ന് ചീത്ത വശത്തേക്ക് മടക്കുക. ആദ്യം ഒരു മടക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കുക. അതിന് മുന്നേ നമ്മൾ ഇതൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം. പതിച്ചടിക്കൽ ക്രോസ് പീസുമ്മൽ ഇങ്ങനെയാണ്. ഈ മടക്കി അടി ഇങ്ങനെ ഉള്ളിലോ ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് എക്സ്ട്രാ ഉള്ളതാണ്, അതിനെ വെട്ടി ഒഴിവാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടിച്ചു. ഇനി നമ്മൾ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇത് ഒന്ന് പതിച്ച് ഈ സ്റ്റിച്ചിൻ്റെ അരുവ് കൂടെ തന്നെ അടിക്കുക. അങ്ങനെ നമ്മൾ പതിച്ചടിച്ചു. ഇനി നമ്മൾ ഇത് ക്രോസ് പീസ് ആദ്യം ഒരു മടക്കുക. എന്നിട്ട് ഒരു മടക്കുക. ഒന്നുകൂടി മടക്കുക. എന്നിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. അപ്പം അങ്ങനെ
2 നെക്കും അടിച്ചു. ഇനി നമുക്ക് ഷോൾഡറും ജോയിൻ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ യോക്ക് ബസ്സൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ സ്ലീവ് കൈ വെക്കുകയാണ്. സ്ലീവ് എന്ന് വെച്ചാൽ കൈയാണ്. അപ്പോൾ നമ്മൾ ഈ സ്ലീവിൻ്റെ സെൻറ്റർ കട്ട് ചെയ്ത് വെച്ചിരുന്നു. ഈ കട്ട് ചെയ്ത ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗം നമ്മൾ ഈ ഷോൾഡർ ജോയിൻ്റ് ചെയ്താൽ അവിടെ അങ്ങനെ ഒരുമിച്ച് വെക്കുക, അതിൻ്റെ ഒപ്പം വെക്കുക. എന്നിട്ട് ഇത് നല്ല വശമായിക്കാണ് വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അടിക്കുക. അത് ഈ സെൻറ്ററിൽ നിന്ന് ഇവിടെ നിന്ന് തുടങ്ങിയാൽ, സെൻറ്ററിൽ നിന്ന് തുടങ്ങിയാൽ, ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയാൽ നമുക്ക് 2 ഭാഗം ഒരേപോലെ ഹാം ഹോള് ഈ കൈക്കുഴി വരുള്ളൂ. ഇനി തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് തന്നെ എടുക്കുക. ആ സ്റ്റിച്ച് അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് തിരിക്കുക. അടിയിൽ തുണി കുടുങ്ങാത്ത നിലയിൽ അടിക്കണം. അങ്ങനെ നമ്മൾ സെൻറ്റർ വശത്തേക്ക് തന്നെ തിരിച്ച് വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടി അടിക്കുക. അങ്ങനെ 2 കൈയും ഞാൻ സ്റ്റിച്ച് ചെയ്തു. ഇതിനിവിടെ തലക്കിൽ ഞാൻ ഒരു പട്ട പോലെ വെച്ച് കൊടുത്തുകൊണ്ടു. അത് ഞാൻ കാണിച്ചിട്ടില്ല വീഡിയോയിൽ. അങ്ങനെ നമുക്ക് ചീത്ത വശത്ത് എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കൈ മുതൽ നമുക്ക് ഈ ഓപ്പണിങ്ങിന് നമ്മളിവിടെ ഒരു കട്ട് ചെയ്തിരുന്നു. ഓപ്പൺ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ അടയാളം വെക്കുമ്പോൾ നമ്മൾ അതിനോട് കൂടി തന്നെ ഒരു കട്ടിട്ട് കൊടുക്കുക. കട്ടിട്ട് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഈ ഓപ്പണിൻ്റെ ഇവിടെ നിർത്തിട്ട് നമ്മൾ മുകളിലേക്ക് തന്നെ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യാം.
തിരിച്ചിട്ടിട്ട് ഇനി അത് സൂചി കുത്തി വെച്ച പാടന്നെ മുകളിലേക്ക് തിരിച്ച് മേളിലോട്ട് ഒന്നുകൂടി അടിക്കുക. അങ്ങനെ നമ്മൾ തിരിച്ചടിച്ചു. ഇനി നമുക്ക് ഓപ്പണ് എങ്ങനെ അടിക്കണമെന്നൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഓപ്പണാണ്. അതിന് നമ്മൾ ഒരു ഭാഗത്തിൻ്റെ അടിഭാഗത്ത് നിന്ന് എടുക്കണം. അടിഭാഗത്തു നിന്ന് അതിൽ 1/4 ഇഞ്ച് മടക്കുക, എന്നിട്ട് ഒന്നും കൂടി മടക്കുക. ഇനി ഓപ്പണിൻ്റെ എൻഡിലെത്തുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ അങ്ങനെ മടക്കി ഓപ്പണില്ലാതെ 1/2 ഇഞ്ച് കൂടി മുകളിലേക്ക് അടിക്കുക. എന്നിട്ട് തിരിച്ച് മറ്റേ വശത്തെ ഓപ്പണ് മടക്കുക. അവിടുന്ന് ആ കുത്തിപ്പാട് സൂചി പിന്നെ പൊന്തിക്കരുത്. സൂചി പൊന്തിക്കാതെ തന്നെ കുത്തിയപാട് അത് മടക്കുക. എന്നിട്ട് ഇങ്ങോട്ട് അടിക്കുക. എന്നിട്ട് തിരിച്ച് മറ്റേത് അടിച്ച മാതിരി തന്നെ താഴെ വരെ അടിക്കുക. അങ്ങനെ ഓപ്പണിൻ്റെ അറ്റം വരെ അടിച്ചു. ഇനി ആ ഓപ്പണിനെ നമ്മളൊന്ന് പതിച്ചടിക്കണേ. അപ്പോൾ ആ സൂചി അവിടുന്ന് അത് മാതിരി തന്നെ ആ ഈ ഓപ്പണിൻ്റെ അരികിലൂടെ മറ്റേ അരിക് വരെ അടിക്കുക. നമ്മൾ ഈ സൈഡിൽ കൂടെ പതിച്ചടിക്കുമ്പോൾ നമ്മൾ ഈ പിന്നെ ഓപ്പണിൻ്റെ ഈ മൂലയിലെത്തുമ്പോൾ ആ മൂലയിൽ കുത്തി ഇറക്കിയിട്ട് സൂചി കുത്തിയ പാടെ തന്നെ തിരിച്ച് താഴോട്ട് ഇറക്കി പോകണം. അങ്ങനെ ഓപ്പൺ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.